ശലഭങ്ങൾ മലരിൽ മധുനുകർന്നിടുമ്പോൾ വർണ്ണിക്കാനാവില്ല പ്രിയന്റെ സ്നേഹം. ശലഭങ്ങൾ മലരിൽ മധുനുകർന്നിടുമ്പോൾ ഒറ്റയ്ക്കിരുന്നു ഞാൻ കരഞ്ഞിടും നേരത്ത് പെറ്റമ്മയേക്കാളെന്നെ പാലിക്കുന്നു. പാർത്തലേ ദുരിതം നാഥ, എത്ര നാൾ സഹിക്കണം നിൻ വീട്ടിൽ ചേരാൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യേ തിരുവചനമായി നിൽപ്പാൻ ദൈവം നൽകിയ നല്ല അവസരം ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാത്മാവിൻ്റെ ഉള്ളിൽ നൽകിയ ഒരു ചിന്ത ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്പ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം മത്തായി സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം 21-ാം വാക്യം. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൽ 21-ാം വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വിശ്വാസം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ദൈവത്തിൽ നിന്നും നമ്മൾ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ അതിന് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമ്മുടെ ഉള്ളിൽ വിശ്വാസമില്ല എങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നും ഒന്നും പ്രാപിപ്പാൻ കഴിയത്തില്ല. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോൾ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ എങ്ങനെ സംഭവിക്കും? നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് തരുന്ന ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് പറയുന്ന വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എന്തും പ്രാർത്ഥിച്ചാലും അതിന് ദൈവം മറുപടി തരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് വ്യക്തമായി നമ്മോട് പരാമർശിക്കുകയാണ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവുള്ളതല്ല. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എന്ന് നമുക്ക് പേരുണ്ടെങ്കിലും നമുക്ക് ഉള്ളിൽ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസി എന്ന പേര് കൊണ്ട് അർത്ഥമില്ല. നമ്മളൊരു വിശ്വാസി ആകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു യഥാർത്ഥമായൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ വിശ്വാസം എന്നത് എത്ര വലിയ പ്രതികൂലം വന്നാലും, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിൻ്റെ നടുവിൽ നമ്മൾ തകർന്നു പോകാതെ വണ്ണം നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. How much deeply our faith is, how much deeply rooted. Our faith is depend on how much it's deeply rooted, like a tree. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വൃക്ഷം എപ്രകാരം ആഴങ്ങളിൽ വേരുറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം, അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. പെട്ടെന്നൊരു കാറ്റ് വരുമ്പോൾ, പെട്ടെന്നൊരു തിരമാല കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ ഭയന്ന് വിറച്ച് ഭീരുവായി മാറിപ്പോകുന്ന ഒരു വിശ്വാസമല്ല നമുക്ക് ആവശ്യം. മറിച്ച് എത്ര വലിയ പ്രശ്നം വന്നാലും, എത്ര വലിയ പ്രതികൂലം വന്നാലും അതിൻ്റെ നടുവിൽ അവൻ ഉറച്ചു നിൽക്കുന്ന ഒരു ആഴമേറിയ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾ നിരാശപ്പെട്ട്, നമ്മൾ നിരുത്സാഹപ്പെട്ട്,
നമ്മൾ മടിച്ച് പുറകോട്ട് പോകുന്ന ഒരു വിശ്വാസമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറിച്ച് എത്ര വലിയ പ്രതിസന്ധി വന്നാലും, എത്ര വലിയ പ്രശ്നം വന്നാലും അതിൻ്റെ നടുവിൽ പ്രതിസന്ധിയെ വകവയ്ക്കാതെ, പ്രതിസന്ധിയെ അവഗണിച്ചുകൊണ്ട് അതിൻ്റെ നടുവിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ഒരു ധീരതയേറിയ, ഒരു ശക്തമേറിയ ഒരു വിശ്വാസത്തിന് ഉടമകളായി തീരണം നമ്മൾ ഓരോരുത്തരും. ഇന്നലെ വരെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ, എവിടേക്കോ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾ മാനസികമായി നിരുത്സാഹപ്പെട്ടു പോയ, മടിച്ചുപോയ മണ്ഡലങ്ങൾ നമുക്ക് മുൻപിലുണ്ടായിരിക്കാം. പക്ഷേ അതിനപ്പുറം ഒരു പ്രതിസന്ധിയെ അവഗണിച്ചുകൊണ്ട്, പ്രതികൂലത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അഥവാ ഒരു കഴുകൻ, ഹല്ലേലൂയ, അവൻ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നത് പോലെ ഒരു കഴുകൻ അവൻ മഴ വരുമ്പോൾ ആ ക്ലൗഡിനെ അവൻ ഓവർകം ചെയ്യുന്നത് പോലെ, അതായത് ആ കാർ മേഘത്തിന് മുകളിലേക്ക് അവൻ പറന്നുയർന്ന് ആ മഴയിൽ നിന്ന് രക്ഷ നേടുന്നത് പോലെ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ആ ദാവീദ് പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിന് നടുവിൽ ഒരു പരാജിതനായി പുറകോട്ട് പോയില്ല. ആ മല്ലനായ ഗോലിയാത്ത് തനിക്ക് മുൻപിൽ നിൽക്കുമ്പോഴും താൻ അവിടെ അല്പം പോലും ഭയമില്ലാത്തവനായി ആ ജയന്റ്, ആ ധീരനായ ആ ഗോലിയാത്തിനെ നേരിടുവാൻ ഒരു ബാലനായ ദാവീദ് ഇതാ മുന്നിൽ നിൽക്കുകയാണ്. താൻ ഒരു കവണയിൽ കല്ല് വെച്ച് ആ ലക്ഷ്യത്തിലേക്ക് താൻ ആഞ്ഞു വീശുമ്പോൾ ആ കല്ല്, കവണയിലെ കല്ല്, ഈ ദാവീദിന്റെ കവണയിലെ കല്ല് ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിച്ച് ആ ക്ഷണത്തിൽ തന്നെ അവൻ നിലത്ത് വീഴുവാനിടയായി തീർന്നു. കാരണം തൻ്റെ വിശ്വാസം അല്പം പോലും തന്റെ ഭയത്തിൽ നിന്നും തൻ്റെ ഉള്ളിലെ വിശ്വാസത്താൽ തൻ്റെ ഭയം തന്നിൽ നിന്ന് മാറുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എപ്പോഴും നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിടുതലിന്റെ ആധാരമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമോ, ദൈവം പ്രവർത്തിക്കത്തില്ലേ എന്നുള്ള ആ സംശയം, അത് പിശാച് നമ്മുടെ ഹൃദയത്തിൽ കടത്തിവിടുന്ന അവന്റെ തന്ത്രമാണ്. ഒരിക്കലും സംശയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല. കാരണം സംശയിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ വായിക്കുവാൻ കഴിയും. അതിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യം മുതൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ്: നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ വത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്നും വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഇത് സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന പടകിന് സമനാണ്. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലെല്ലാം അസ്ഥിരനാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവം ശക്തനാണ്. ആ അത്ഭുതം ദൈവം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി മാറുവാനിടയായി തീരും. ഇന്നലെ വരെ എവിടെയൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിലെ അവിശ്വാസം, നിങ്ങളുടെ ജീവിതത്തിലുള്ള വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ നിമിഷം മുതൽ ഒരു പുതിയൊരു വിശ്വാസം ഉടലെടുക്കുമ്പോൾ, ദൈവം എന്നെ കൈവിടത്തില്ല. ലോകത്തിൽ ആരെല്ലാം എന്നെ കാണാതെ വണ്ണം അവർ മുഖം മറച്ചു പോയാലും അതിന്റെ നടുവിൽ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് ഈ നിമിഷം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസം അതൊരു അത്ഭുതമായി തീരുവാൻ പോകുകയാണ്. അതൊരു വിടുതലായി തീരുവാൻ പോകുകയാണ്. എവിടേക്കോ നിങ്ങളുടെ ജീവിതത്തെ സംശയം കടന്നു വന്നിട്ട്
മുന്നോട്ട് ജീവിതം എന്തായി തീരും, മുന്നോട്ടുള്ള അവസ്ഥകൾ എന്തായി തീരും, ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് എവിടെയോ നിങ്ങൾ നിരാശയോടുകൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉടലെടുക്കുകയാണെങ്കിൽ ആ വിശ്വാസത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതുപോലെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പ്രശ്നത്തോട് കൽപ്പിക്കുക. പ്രശ്നമേ യേശുവിന്റെ നാമത്തിൽ മാറുവാൻ നിങ്ങൾ ആത്മവിശ്വാസത്തിൽ കൽപ്പിക്കുമ്പോൾ ആ പ്രശ്നം നിങ്ങളെ വിട്ട് മാറിപ്പോകുവാനിടയായി തീരും. പ്രിയമുള്ളവരെ, പ്രശ്നമല്ല വലുത്, ആ പ്രശ്നത്തെക്കാൾ വലിയ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു പ്രശ്നത്തെ കണ്ട് നിങ്ങൾ മനസ്സ് മടിച്ച് പുറകോട്ട് പോകുവാൻ പാടില്ല. കാരണം ആ പ്രശ്നമല്ല വലുത്, ആ പ്രശ്നത്തിനപ്പുറം ആ പ്രശ്നത്തെ ജയിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ മലയോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. അസാധ്യമായത് ഒന്നുമില്ല. കാരണം യഹോവയാലെല്ലാം സാധ്യം. നിങ്ങളുടെ വിഷയത്തെ ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ ആ വിഷയത്തെ നിങ്ങൾ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്തു കഴിയുമ്പോൾ ദൈവം അത് ഭംഗിയായി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയായി തീരും. അതുകൊണ്ടാണ് നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കാമെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഭാരങ്ങളെ സ്തോത്രം കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവാകുന്നുവെന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാരം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടേതായ എല്ലാ വിഷയങ്ങളും ഈ നിമിഷം തന്നെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ വയ്ക്കുവാൻ തയ്യാറായി തീരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ദൈവം ചെയ്യുവാൻ പോകുകയാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. കർത്താവ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. നമ്മൾ നാളുകൾ കൊണ്ട് ഭാരപ്പെടുന്ന നിരവധി വിഷയങ്ങളാൽ നമ്മൾ മാനസികമായി ഓരോ ദിവസവും വിഷമങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ അവിശ്വസിക്കാതെ വിശ്വസിക്കുക. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. എന്നാൽ അബ്രഹാം അതിൽ വിശ്വസിച്ചപ്പോൾ ദൈവം തനിക്കൊരു സന്തതിയെ കൊടുക്കുവാനായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉരുവാകുന്ന ഉടലെടുക്കുന്ന ആ വിശ്വാസമാണ്. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മളെ കൊണ്ട് പരിഹരിക്കുവാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുവാൻ ഇടയായി തീരും. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും അതിന്മേൽ മാക്സിമം നമ്മുടെ എഫേർട്ട് അതിൽ കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് കഴിയാതെ വരുമ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കും. പ്രിയമുള്ളവർ, അങ്ങനെയല്ല. നമ്മളെ എന്ത് വിഷയമാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ ഭാരമാണെങ്കിലും, ഏതെല്ലാം വിഷയമാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വിഷയത്തെ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയത്തില്ല, കാരണം നമുക്ക് അതിനുള്ള പരിമിതികളുണ്ട്. പക്ഷേ സകലവും കഴിയുന്ന, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച, സകലത്തിന്റെ ഉടമസ്ഥനായ ആ കർത്താവ് കാറ്റിനോടും കടലിനോടും ശാസിച്ച് അമർച്ച ചെയ്ത് ശാന്തമാക്കിയ സ്വർഗത്തിലെ ദൈവം അമരത്ത് ഉറങ്ങുകയാണെങ്കിലും പോലും നിങ്ങളുടെ പ്രശ്നത്തിൽ ആ ദൈവം എഴുന്നേറ്റ് അതിനെ ശാസിപ്പാനിടയായി തീരും. ശിഷ്യന്മാർ യേശുവിനോട് നിലവിളിക്കുന്നത് എങ്ങനെയാണ്? നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ? പ്രിയമുള്ളവർ, നിങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, പ്രയാസങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, നിങ്ങൾ അതിനുള്ള പരിഹാരം കാണാതെ വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഭീരുക്കളായി മാറിപ്പോകുന്ന ഒരു അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്നലെ വരെ നിങ്ങൾ മടിച്ചുപോയ മടുപ്പുളവായ ഒരു അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്നു മുതൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ നിന്നും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായി വിടുവിച്ച് നിങ്ങളെ മറുകര എത്തിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഈ നിമിഷം നിങ്ങൾ വിശ്വസിപ്പാൻ തയ്യാറായി തീരണം. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി പരിണമിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി മാറുവാനിടയായി തീരുന്നത്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹപ്രാപ്തി എത്തിയ മക്കൾ നിങ്ങൾക്കുണ്ടായിട്ടും അവിടെ വിവാഹം നടക്കുന്നില്ലെന്ന് ഓർത്ത് ഭാരപ്പെടുകയാണെങ്കിൽ അതിന്റെ മറുപടി ദൈവം നിങ്ങൾക്ക് അതിന് വേഗത്തിൽ ഒരു മറുപടി ദൈവം നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. താൻ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല,
ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, ഈ നിമിഷം നിങ്ങൾ വിശ്വസിക്കുക. ഏത് നിങ്ങളുടെ പ്രശ്നമാണെങ്കിലും ഏത് പ്രതികൂലമാണെങ്കിലും അതിനെ ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി വിട്ടുകൊടുത്താട്ടെ. ഇന്നലെ വരെ നിങ്ങൾ അധ്വാനിച്ചു, ഇന്നലെ വരെ കഠിനാധ്വാനം ചെയ്തു. തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുന്ന ദൈവമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങൾ ഒരു നിമിഷം കൊടുത്താട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഓരോ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി കൊടുത്താട്ടെ. അവിടെ ജീവിതത്തിൽ ഒരു അസാധാരണമായ ദൈവപ്രവർത്തി വെളിപ്പെടുത്തണം. അവിടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു മറുപടി അവിടെ കൊടുത്താട്ടെ. ദൈവം വലിയ ചെയ്യണം. അവിടുന്ന് കൃപയിലൂടെ പൊതി മഹത്വം എടുക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.